നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ മോഹൻലാലിന്റെ ദൃശ്യം 1 ഉം 2 ഉം അല്ലെ. അത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. കേരളത്തിൽ ചുരുക്കം ചില ആൾക്കാരെ അത് കാണാതെ ഉള്ളൂ. അതിനകത്ത് മോഹൻലാലിന്റെ വാസ്തവത്തിൽ മോഹൻലാലിന്റെ വില്ലത്തരത്തെ ആൾക്കാര് ആശ്ചര്യത്തോടെ കണ്ടു നിൽക്കുകയായിരുന്നു അല്ലെ. ആശ്ചര്യത്തോടെ കണ്ടു നിൽക്കുകയായിരുന്നു. അതായിരുന്നു ആൾക്കാർ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതും കുളിര് കോരിയിട്ടതും അല്ലെ, അങ്ങനെ വേണം പറയാൻ. കാര്യം എന്താ, പുള്ളി ശിക്ഷിക്കപ്പെടാം, അല്ലെങ്കിൽ പുള്ളിയും പുള്ളിയുടെ കുടുംബവും എങ്ങനെ ശിക്ഷിക്കപ്പെടാം, ആ ഒരു പൊഴുതിനെ, നിയമത്തിന്റെ പൊഴുതിനെ പുള്ളി തന്നെ മറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ കേസില്, ദൃശ്യത്തിന്റെ കേസില്, ദൃശ്യത്തിൽ മോഹൻലാലിനെതിരെയായിരുന്നു പോലീസ്. അപ്പൊ മോഹൻലാൽ ആദ്യമേ ചെയ്ത എന്താ, ദൃശ്യം 1 പുള്ളി ധ്യാനത്തിന് പോയി എന്ന് എല്ലാരെയും, ജനങ്ങളെ അറിയിക്കുക, ജോലിക്കാരനെ അറിയിക്കുക, ഓരോ പോയ സ്ഥലത്തും അതിനുള്ള ബില്ലും എല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ അതിന്റെ മുന്നോടി ആദ്യമായിട്ട് പുള്ളി എന്താ ചെയ്യുന്നത്, ആൾക്കാരെ അറിയിക്കുകയാണ് എന്ത്, ധ്യാനത്തിന് പോയെന്ന്. അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദൃശ്യത്തിലെ മോഹൻലാലിന്റെ കഥയല്ല, അതുപോലത്തെ ഒരു നല്ലൊരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ നല്ലൊരു തിരക്കഥ നമ്മളുടെ കോട്ടയത്തെ ജിസ്മോളുടെ പിള്ളേരുടെയും കൊലപാതകത്തിനെ അടിസ്ഥാനമാക്കി മെനഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. അതെനിക്ക് ആദ്യം തൊട്ടേ മനസ്സിലായായിരുന്നു. എന്നിരുന്നാലും ഞാനത് ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. ജിസ്മോളുടെയും കുട്ടികളുടെയും മരണത്തിനെ ആധാരമാക്കി എൻ്റെ അവസാനത്തെ വീഡിയോ ആണിത്. കാര്യം എനിക്കറിയാം ഈ കേസ് പൂർണ്ണമായിട്ടും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ജിസ്മോൾക്കും കുട്ടികൾക്കും നീതി ഒരിക്കലും ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത്രയ്ക്ക് മാത്രം അട്ടിമറിക്കപ്പെട്ട ഒരു കേസാണ്. FIR ഇട്ടത് തന്നെ 14 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. അത് പോലീസിന്റെ വീഴ്ചയല്ല, അവര് മനുഷ്യരാണ്, അവര് ഉദ്യോഗസ്ഥരാണ്, അവരും പിള്ളേരും, അവർക്ക് ജീവിക്കേണ്ടതാണ്, അവരുടെ അന്നം എന്ന് പറയുന്ന ആ ജോലിയാണ്. അപ്പോൾ അവർക്കും അതിന്റെ പരിമിതികളുണ്ട്. അതുകൊണ്ട് മാത്രമായിരിക്കാം ഈ 14 ദിവസം ഈ കേസ് നീണ്ടുപോയത് FIR ഇടാൻ. അതൊക്കെ പോട്ടെ. ഇപ്പോ ഞാൻ ഈ ദൃശ്യം മോഡല് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ അതിനകത്ത് പ്രധാനമായിട്ടും ഈ കേസിനെ പറ്റി, ഈ മരണത്തിനെ പറ്റി അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ നവമാധ്യമങ്ങളല്ല, മുൻനിര മാധ്യമങ്ങളിൽ കൊടുക്കുക എന്നുള്ളതാണ്. മുൻനിര മാധ്യമങ്ങളായിട്ടുള്ള ന്യൂസ് 18, മനോരമ, അങ്ങനെയുള്ള മാധ്യമങ്ങൾക്ക് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രക്ചറിനെ, അതായത് ആ ജനങ്ങളുടെ ഒരു ചിന്തയെ തന്നെ മാറ്റിമറിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഇസ്മോളുടെ ഘാതകനെ പിടിക്കണം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഇതിനകത്ത് തന്നെ ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ട് ഈ ജിമ്മിയെ രക്ഷപ്പെടുത്തുക. അപ്പൊ ആ ഗ്രൂപ്പിനകത്ത് തന്നെ ഈ ആൾക്കാരെ ചിന്ത മാറ്റാൻ വേണ്ടി ഫോട്ടോ ഇടുന്നു, അതായത് CCTVയുടെ ഫോട്ടോ ഇടുന്നു, പിന്നീട് വീഡിയോ ഇടുന്നു, എന്നിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു. അതിൽ നിന്നും ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നു, അവരുടെ വ്യൂ എന്താണെന്ന് അറിയുന്നു, അവരെ മാറ്റുന്നു, അവരെ കളയുന്നോ പിടിക്കുന്നോ ഒന്നുമല്ല, അവരുടെ ആ ഒരു മോട്ടീവ്, അതായത് ആ ഗ്രൂപ്പിന്റെ മോട്ടീവ്. കാര്യം ഭരണകക്ഷിക്ക് മാത്രമല്ലേ ഉള്ളൂ പോലീസ് സേനയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഭരണകക്ഷിയുടെ ഒരു LDFിലെ ഒരു മെമ്പറാണ് ആ വാർഡിലെ ഭരിക്കുന്നത്. അപ്പൊ സ്വാഭാവികം എല്ലാവർക്കും അറിയാം അട്ടിമറി എവിടെയാണ് നടക്കുന്നത്. പാർട്ടിപരമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ഏത് പാർട്ടി ഭരിച്ചാലും ആ പാർട്ടിക്ക് ഒരു ബലമുണ്ടായിരിക്കും, ഭരിക്കുന്ന പാർട്ടിക്ക് ബലമുണ്ടാവും. ഓരോ പോലീസ് സ്റ്റേഷനും അവരായിരിക്കും അട്ടിമറിക്കുന്നത്. അപ്പം സ്വാഭാവികം അയർക്കുന്നം 19 വാർഡില് ഭരിക്കുന്നത് LDFിന്റെ ഘടകകക്ഷിയാണ്, സ്വാഭാവികം. അപ്പൊ അട്ടിമറി അവിടാണല്ലോ നടക്കുന്നത്. അപ്പൊ പിന്നെ മൂന്നാമത്തെ ഒരു കേസ് കിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിലൊരു ചർച്ചയുണ്ടായി, എന്തായി ജിസ്മോളുടെ കേസ്. അതിന് ഉത്തരം വരുന്നത് CBI അന്വേഷണത്തിന് വിട്ടു, അതവിടെ തീർന്നു. CBI അന്വേഷണം വിട്ടല്ലോ, അത് ഭയങ്കരമായിപ്പോയി. അതവിടെ തീർന്നു. കാര്യം ആ ഒരു ഒറ്റ വാക്കും കൊണ്ട് അവിടെ ഫേർദർ ചോദ്യമില്ല, വേറെ ചോദ്യം വരുന്നില്ല. സത്യം പറഞ്ഞ ഒരു CBI അന്വേഷണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് പൊതു താല്പര്യം അല്ലെങ്കിൽ അതിന്റെ പുറകെ നടക്കുന്ന ഒരു കേസ് കൊടുത്ത് അത് ഹൈക്കോടതിയിൽ വാദിച്ച് അതിന്റെ തെളിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് വിധി, പോലീസ് FIR, ഇതെല്ലാം ചർച്ച ചെയ്തതിനു ശേഷം അവരൊരു ബഹുമാനപ്പെട്ട കോടതി ഒരു വിധി ഉണ്ടാക്കും. എന്താ, CBIയെ കൊണ്ട് അന്വേഷിക്കണോ വേണ്ടയോ, എന്നിട്ടാണ് CBI വരുന്നത്. അല്ലാതെ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞ ഉടനെ വരികയല്ല CBI. അപ്പൊ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ ആ ശ്രദ്ധയൊന്ന് മാറ്റുക എന്നുള്ളതാണ് CBI അന്വേഷണം. അപ്പൊ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, മുൻതിര മാധ്യമങ്ങളിൽ ഈ കുട്ടി മരിച്ചപ്പോൾ വാർത്ത വന്നായിരുന്നു.
ജിസ്മോള് മരിച്ചപ്പോ 16-ാം തീയതി 15-ാം തീയതി വാർത്ത വന്നു. അപ്പോ ഈ ശവം എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ സൈഡിലുണ്ട്. വാർത്ത വന്നു, എന്താ, ബോഡി എടുത്തപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു, വെള്ളം ഛർദ്ദിക്കുകയായിരുന്നു, എളുപ്പം ആശുപത്രി കൊണ്ടുപോയി, രക്ഷിക്കാൻ പറ്റിയില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ബോഡി എടുത്തപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു, വെള്ളം കക്കി ഛർദ്ദിച്ചു, ശ്വാസമുണ്ടായിരുന്നു, ആശുപത്രിയിൽ ഉടനടി കൊണ്ടുപോയി, രക്ഷിക്കാൻ പറ്റിയില്ല. എവിടെയാ വന്നത്? മുൻനിര മാധ്യമങ്ങളിൽ, മനോരമ എന്ന് പറയുന്ന കൂട്ട് ന്യൂസ് 8-ലൊക്കെ വന്നതാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കിട്ടുന്നതല്ലേ അവർ പറയാൻ പറ്റുള്ളൂ. പക്ഷെങ്കിൽ യൂട്യൂബിൽ എനിക്ക് ഇടാൻ പറ്റത്തില്ല ഒരു വീഡിയോ. അവിടെ അടുത്ത് നിൽക്കുന്നവരെടുത്തതാണ്, ഇവിടെയുള്ള ജനങ്ങളെല്ലാം കണ്ടതുമാണ്. അത് യൂട്യൂബിൽ ഇടാൻ പറ്റത്തില്ല. അതിനകത്ത് എടുക്കുന്നവർ പറയുന്നുണ്ട്, എടാ ഇത് 2 ദിവസം പഴക്കമുണ്ടല്ലോ എന്ന്. ഈ 2 ദിവസം കണക്കെന്ന് പറഞ്ഞാല് ഞായറും തിങ്കളും ഈ കുട്ടിയെ പറ്റി യാതൊരു വിവരവും ഇല്ല. ആ ഒറ്റ വാക്കിൽ എല്ലാ കണക്കും ഉണ്ട്. 2 ദിവസത്തെ പഴക്കം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പല പല കാര്യങ്ങളുണ്ട്. 2 ദിവസം പഴക്കം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ 2 ദിവസം ഈ കുട്ടിയെ കണ്ടിട്ടുമില്ല, 2 ദിവസമായിട്ട് ഫോണും ഇല്ല, CCTV 2 ദിവസത്തെ പോലെ എടുത്തിട്ടുമില്ല. കാര്യം എടുത്തു കഴിഞ്ഞാൽ ആരാ കൊണ്ടിട്ടത്, എങ്ങനെ കൊണ്ടിട്ടത്, അല്ല എവിടുന്ന് ചാടി, ഇതൊക്കെ അറിയേണ്ടി വരും. അപ്പൊ മുൻനിര മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയാണ് ഇത്. ഏതാ, ചാടി രക്ഷിക്കാൻ നോക്കി, ശ്രമിച്ചു, നടന്നില്ല, അതുകൊണ്ട് മരിച്ചു എന്നുള്ളത്. ജിസ്മോള് മരിച്ചിട്ട് ഇപ്പൊ 1 മാസം ഇന്ന് 15-ാം തീയതി ആയപ്പോ 1 മാസം കഴിഞ്ഞു. അപ്പോ അടുത്തതായിട്ട് ഒരു ന്യൂസ് വന്നിരിക്കുന്നു, ന്യൂസ് 8-ലാണ് വന്നിരിക്കുന്നത്. വലിയ മാധ്യമമാണ്. ജിസ്മോള് പോകുന്ന CCTV കണ്ടുപിടിച്ചിരിക്കുന്നു. ആ CCTVയെ പറ്റി ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതാണ്, മുന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോ അതിനകത്ത് വന്നിരിക്കുന്ന ന്യൂസ് ഇപ്രകാരമാണ്. ഏതാണ്ട് ഈ സമയത്തോടെയാണ് ജിസ്മോളുടെ ഒക്കെ മൃതദേഹം ഈ പുഴയിൽ, മൃതദേഹമല്ല, ഇവരൊഴുകി വരുന്ന കാഴ്ച കണ്ടത്. തുടർന്ന് വളരെ വേഗത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അന്ന് പലതരത്തിൽ ഉള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇവരെങ്ങനെയാണ് ഇവിടെ, അതിനുശേഷം ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് ഇവരെ പുഴയിൽ കാണുന്നു എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴിയുള്ളത്. 1:30-2 മണിയോടുകൂടി. അതായത് അവിടെ നിന്ന് ഏതാണ്ട് ഒരുപാട് ദൂരം പോയിട്ടില്ല. വീടിന്റെ കര, മാറിയിരിക്കുന്ന കരയുടെ അങ്ങേ കരയിൽ എത്തിയ ശേഷമാണ് ഇങ്ങനൊരു ആത്മഹത്യയിലേക്ക് ജിസ്മോൾ ആഴം കൂടുതലുള്ള ഭാഗത്തെത്തിയാണ് പുഴയിലേക്ക്. CCTVക്കകത്ത് വന്നു, അതിനകത്ത് ഒരു കുട്ടിയില്ല. ആ കുട്ടിയെ ചിലപ്പോൾ അവിടെ കുത്തിയിരുത്തിയായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. പോലീസ് പറയുന്നുണ്ട് വേറെ CCTVക്കകത്ത് ആ കുട്ടിയുടെ വ്യക്തത കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ എന്റെ ഒരു സംശയം മാത്രമാണ്, ഈ CCTV ഫുട്ടേജ് ഈ മുൻനിര മാധ്യമത്തിന് പോലീസ് കൊടുത്തെന്നാണ് അദ്ദേഹം പറയുന്നത്, ആ ഒരു ലേഖകൻ പറയുന്നത്. അങ്ങനെ കൊടുത്തത് എന്തിനായിരിക്കാം? സമൂഹത്തിനെ അറിയിക്കുക, ഇതാണ് CCTV ദൃശ്യം എന്നത്. പക്ഷെങ്കില് അതിനകത്ത് ക്ലാരിറ്റി ഇല്ല. സമൂഹത്തിനെ പോലീസ് അറിയിക്കാൻ വേണ്ടിയാണല്ലോ ഈ മാധ്യമത്തിന് കൊടുത്തത്. അപ്പൊ എന്റെ ചോദ്യം, എന്തുകൊണ്ട് ഒരു 4-5-10-15 CCTV ഉണ്ട് ഈ മരിക്കുന്നിടം വരെ ഉള്ളത്? അതൊന്നും അല്ല, ഈ 2 പള്ളിയിലെ പട്ടക്കാരന്റെയും CCTV ആണ് എടുത്തിരിക്കുന്നത്. അത് പോട്ടെ. അപ്പം പോലീസ് എന്തുകൊണ്ട് ഈ തെളിയാത്ത CCTV മാത്രം മാധ്യമത്തിലേക്ക് കൊടുത്തിട്ട് പറയുക, ബാക്കി CCTVക്കകത്ത് കുട്ടിയുണ്ട്, ഇതിനകത്ത് മാത്രം ഇല്ല? ശരാ, നമ്മുടെ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ഉള്ള എക്സ്റേയിൽ നമ്മൾ എടുക്കുള്ളൂ. ഇതിപ്പോ എന്താ, കൊച്ചിന്റെ പടമില്ല, ഷൂ ആണ് ഇട്ടിരിക്കുന്നത്. ജിസ്മോള് മരിച്ചിടത്ത് കിടന്ന് വെച്ച് ചപ്പൽസ് ആണ്, അത് എല്ലായിടത്തും വന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനിപ്പോ അങ്ങനെ പറഞ്ഞ കാര്യമില്ല. ചപ്പൽസ് ആണ് അവിടെ കാണുന്നത്, ഇത് ഷൂ ആണ്. 2 പിള്ളേരെ, ഒരു കുട്ടിയെ കാണുന്നുള്ളൂ. അപ്പൊ പോലീസ് പറയുന്നത് ശരി, CCTV വേറെ ദൃശ്യങ്ങൾ ക്ലിയർ ആയിട്ട് ഉണ്ട്. എന്നാ പിന്നെ എന്റെ പൊന്നു സാറുമാരെ, ആ CCTV അങ്ങ് കാണിച്ചാൽ പോരായിരുന്നോ? ഇത്രയും വെമ്പൽ കൊള്ളേണ്ട കാര്യമുണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? CCTV ഈ 2 എണ്ണേ ഉള്ളൂ, അത് തന്നെ എങ്ങനെയാ ഉണ്ടാക്കിയെടുത്തെന്ന് അവർക്കറിയാം. പിന്നെ ഒരു കാര്യം, ലേഖകൻ പറയുന്നത് ഒരു ശങ്കയുണ്ടായിരുന്നു, ഇത് പെൺകുട്ടി പോയി ചാടിയതാണോ എന്നുള്ളത്. ചാടിയത് അങ്ങനെ ചാടിയെങ്കിൽ തന്നെ അതെങ്ങനെ ചാടി എന്നുള്ളത് ഒരു ആശങ്ക ഉണ്ടായിരുന്നു എന്നാണ് ലേഖകൻ പറഞ്ഞത്. ലേഖകൻ തന്നെ ഉത്തരം കിട്ടി, ലേഖകന് തന്നെ ആശ്വാസമായി. കാര്യം എന്താ, CCTV ദൃശ്യത്തിൽ വന്നിരിക്കുന്നു, പെൺകുട്ടി ഈ സ്കൂട്ടറെ കയറി പോകുന്നു, തന്മൂലം അവിടെ വന്നാണ് ചാടിയിരിക്കുന്നത്. ലേഖകൻ പിന്നെയും വ്യക്തമാക്കിയിട്ടുണ്ട്, വീടിന്റെ അടുത്ത് തന്നെയാണ് ചാടിയിരിക്കുന്നത്. വീടിന്റെ അടുത്ത് തന്നെയാണ് ചാടിയിരിക്കുന്നത്. അതുകൊണ്ട് എളുപ്പന്ന് ചാടിയ ഉടനെ ആൾക്കാർ പൊക്കിയെടുത്തു എന്നുള്ളത്.
അപ്പം ലേഖകന്റെ സങ്കോചം അല്ലെ കുണ്ഠിതം ഉണ്ട്, ഒത്തിരി ഉണ്ട്. കാര്യം ലേഖകനെ ഇതെങ്ങനെയായിരുന്നു പറഞ്ഞു തീർക്കണം, പറഞ്ഞു വരുത്തണം. ഇത് ജിസ്മോള് തന്നെയാ ചാടിയെന്ന്. എന്റെ സംശയം, എന്റെ പൊൻ ലേഖക ഒന്ന് ചോദിക്കുക, ഈ വീടിന്റെ അടുത്ത് തന്നെ അക്കേ പാടത്ത് അപ്പുറത്തെ ജംഗ്ഷനിലാണ് ചാടിയെന്നാണ് ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവിടുത്തെക്കാരനാണ്. 4 കിലോമീറ്റർ ഉണ്ട്. അത് പോട്ട് 12:45 പോയ പെൺകുട്ടി ഏകദേശം അവിടെ പോയി ചാടി 1:45 വന്നത്, ഈ പൊങ്ങിയെടുത്തു. അപ്പോ എന്റെ സംശയം എന്ന് പറഞ്ഞാൽ ഈ 12:45 വീടിന്റെ അടുത്താണെങ്കിൽ 12:45 പോയത് ഒരു 12:45 പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് യാത്ര, ഒരു 1 മണി എത്തുന്നതിന് മുമ്പ് ചാടിക്കാണും. ഈ ചാടി കഴിഞ്ഞിട്ട് ഈ ബോഡി പൊങ്ങിയത് ഇവർ പറയുന്നത് 1:45 പൊങ്ങിയെന്ന് പറയും. ഈ 1:45 വരെ ജീവൻ ഉണ്ടായിരുന്നു ഈ ലേഖകൻ പറയുന്നത് വെള്ളത്തിനടിയിൽ. വരാലിമീൻ ജിസ്മോള് അല്ലേ? അപ്പൊ ഈ ലേഖകൻ പറയുന്നത് ജിസ്മോളും പിള്ളേരും വരാലാണ്. അതുകൊണ്ടാണ് ഈ 12:50 തൊട്ട് 1:45 2 മണി വരെ ജിസ്മോള് ജീവനോട് മല്ലടിച്ച് തന്നെ വെള്ളത്തിൽ കിടന്നത്. എന്റെ പൊന്നി ലേഖക, അത്രയും സങ്കോചവും കുണ്ഠിതവും പെടണ്ട. 12:45 പോയി ജിസ്മോള് അവിടെ ചെന്ന് 1 മണി കഴിയും. അവിടെ ചെല്ലുമ്പോ 1:10 ആവും. ഈ ബോഡി പൊങ്ങിയത് 12:30 ഈ ബോഡി പൊങ്ങിയത്. ലേഖകൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനൊരു കണക്ക് പറയാം. MC റോഡിൽ കൂടെ സ്ഥിരമായിട്ട് കോട്ടയം കൊല്ലം ബുള്ളറ്റെ പോകുന്നവനാണ് ഞാൻ. കാർ എടുത്തും പോകും. ബുള്ളറ്റ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാല് 2 വീലർ ആയിക്കോട്ടെ. MC റോഡിൽ കൂടെ കൊല്ലം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് കൊല്ലം വരെ 100 കിലോമീറ്റർ ഉണ്ട്. 3-3.5 മണിക്കൂർ കൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഞാനൊരു പോകുന്ന നല്ല സ്പീഡിൽ തന്നെ പവറോട് കൂടി 60 കിലോമീറ്ററിലാണ് പോകുന്നത്. പക്ഷെ അവിടെ ആവറേജ് വരുന്നത് എനിക്ക് 30 കിലോമീറ്ററേ ഉള്ളൂ. കണക്കറിയാവുന്നവർക്കറിയാം, വണ്ടി ഓടിക്കുന്നവർക്കറിയാം. ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരു യാത്രയിൽ ഒരു ആവറേജ് ആണ് നോക്കുന്നത്, സ്പീഡ്. അപ്പോ ഈ പെൺകുട്ടി 12:45 പോയി 4 കിലോമീറ്റർ യാത്ര ചെയ്തു. ഇടുങ്ങിയ വഴി, അവിടെ 4 ജംഗ്ഷൻ ഉണ്ട്, 3 ബമ്പുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പാലമുണ്ട്. ഈ പാലം ക്രോസ് ചെയ്യണമെങ്കിൽ അപ്പുറത്തെ വണ്ടി വന്നിട്ട് വേണം ഇപ്പുറത്തെ വണ്ടി പോകാൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എത്തണമെങ്കിൽ ആവറേജ് ആ കുട്ടിയുടെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് പെണ്ണ് ഒരു 15 കിലോമീറ്റർ കൂട്ടിയാൽ മതി. ഈ MC റോഡിൽ കൂടെ ഞാൻ 10-20 വർഷമായി ബുള്ളറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ 30 ഓടുള്ളൂ. അപ്പൊ ഒരു 15 കിലോമീറ്റർ വേഗതയിലേ പോവുള്ളൂ. എങ്ങനെ കളിച്ചാലും 1 മണി കഴിയുക കുട്ടി അവിടെ എത്തുമ്പോൾ. 1 മണിയായി ചാടി കഴിഞ്ഞിട്ട് 1:15 ആയപ്പോ ഈ സാധനം പോയി. അവിടെ എടുത്തവര് പറയുന്നുണ്ട് 2 ദിവസം പഴക്കമുണ്ട്. എന്നതാ ആശാന്മാരെ ഇത്? ഇതെല്ലാം നമ്മൾ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? എല്ലാവർക്കും സംശയമുണ്ട്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കരമായിട്ട് അട്ടിമറിക്കപ്പെട്ടു. ഭരണപക്ഷത്തിൽ തന്നെ ഇതിനുണ്ടാകാം. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂസിനകത്ത് വന്നിട്ടുണ്ട്, ഈ ജിമ്മിയുടെ അച്ഛന്റെ വോയിസ് റെക്കോർഡ് എങ്ങാണ്ട് എടുത്ത് മകൾക്ക് അയച്ചിട്ടുണ്ട്. ഇന്നിവിടെ ആത്മഹത്യ നടക്കും മുന്നേറ് പറയുക. അപ്പൊ അതിന്റെ ഒരു ഫോറൻസിക് കറക്ഷൻ, ഈ വോയിസ് ഇദ്ദേഹത്തിന്റെ തന്നെയാണോ എന്ന് അറിയിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് കൊണ്ടുവരികയാണ്. എന്താണ് സംഭവം? ഇത് വരുത്തി തീർക്കണം. ഈ പെൺകുട്ടി അവിടെ പോയി തന്നെ ആത്മഹത്യ ചാടിയതാണ്. അത് അവര് പൂർണ്ണമായിട്ട് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് അവർക്ക് പോയി, ജിസ്മോൾക്കും ജിസ്മോളുടെ കുഞ്ഞു പിള്ളേർക്കും പോയി എന്ന് വേണേൽ തന്നെ പറയാം. എന്റെ ജിസ്മോളിനെ ആധാരമാക്കി ഞാൻ ഈ ചെയ്യുന്ന ഒരു അവസാനത്തെ വീഡിയോ ആണ്. കാര്യം ഇനി ഞാനൊരു വീഡിയോ ജിസ്മോളിനെ സംബന്ധിച്ചോളം ചെയ്യുന്നില്ല. കാര്യം സങ്കടമുണ്ട്. നമ്മൾ നോക്കി നിൽക്കെ ഈ സത്യത്തിനെ മൂടി പിടിക്കുക എന്നുള്ളത്. പണവും പദവിയുമുള്ള ആൾക്കാരാണ്. നിർഭാഗ്യം എന്നാണ് കണക്കാക്കാൻ പറ്റുന്നത്. പക്ഷെങ്കിൽ എനിക്ക് ഇതേ പറയാനുള്ളൂ. എൻ്റെ ഈ ചെറിയ വീഡിയോ കാണുന്ന ആൾക്കാരോട്, പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ ജീവന തുല്യം സ്നേഹിക്കണം. അവരെ കല്യാണം കഴിപ്പിച്ചു വിട്ടാലും അവരെ വേറെ വീട്ടിലേക്ക് വിട്ടു എന്ന് ചിന്തിക്കരുത്. അവൾ വെളിയിലോട്ട് പഠിക്കാൻ പോയി, അല്ലെങ്കിൽ അവൾ വെളിയിൽ ഈ ജംഗ്ഷനിലേക്ക് പോയി, അല്ലെ അവൾ ഏതോ ഉത്സവത്തിനും അല്ലെ അവൾ പള്ളി പോയി എന്ന് മാത്രം വിചാരിക്കുക. അവള് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ നിങ്ങൾ ഉണ്ടായിരിക്കണം കൂടെ. ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് ഒരു മനുഷ്യനെയും ഒരു സ്ത്രീയെയും കുട്ടിയെയും പറഞ്ഞു വിടാൻ ഒരച്ഛനമ്മമാരും വക കൊടുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.